18 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മാതാപിതാക്കളെപ്പോലെ അധ്യാപക ജീവിതം ആസ്വദിക്കണമെന്ന സ്വപ്നവുമായി കോട്ടയം CMS കോളേജിലേക്ക് ഇംഗ്ലീഷ് അധ്യാപികയായി എത്തിയ 23-കാരിയാണ് ഇന്ന് ഈ കലാലയത്തിൻ്റെ പ്രധാന അധ്യാപിക. I always knew that I wanted to be a teacher. I didn't have a second thought. എനിക്ക് അങ്ങനെ രണ്ടാമതൊരു ചിന്ത പോലും മനസ്സിൽ കൂടെ പോലും പോയിട്ടില്ല. 2 നൂറ്റാണ്ടിലേറെ പ്രായമുള്ള CMSന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പലായി 2025 മെയ്യിൽ ഡോക്ടർ അഞ്ജു ശോസൻ ജോർജ് ചുമതലയേറ്റപ്പോൾ ഒരു പുതുചരിത്രം പിറക്കുകയായിരുന്നു. അധ്യാപക ജീവിതത്തിലെ ഓർമ്മകൾ, വിദ്യാർത്ഥി അധ്യാപക ബന്ധം, മാറുന്ന വിദ്യാഭ്യാസ രീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം മനസ്സ് തുറക്കുകയാണ് CMSന്റെ 29ാമത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു സോസൻ ജോർജ്. Both my parents are teachers. And I've always seen how people look at them. എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളൊരു ഇമേജ്. So I didn't want to be anything else than to be a teacher. And I loved teaching. I still love teaching. I think I am cut out to be a teacher more than an administrator. That's an honest truth. So day one of degree എൻ്റെ preparation start ചെയ്തത്. Actually people find it very incredible to believe that. പക്ഷേ BAക്ക് MCCയിൽ പോയി day one I started my UGC NET preparation. And so that continued. So by the time I finished my third semester PG, I got my UGC NET. So immediately after PG, 1 month after PG, അതായത് സമ്മർ ബ്രേക്ക് ഉണ്ട്. ആൻഡ് ആ സമ്മർ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് ജൂൺ കോളേജ് റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് അന്നത്തെ പ്രിൻസിപ്പളായിട്ടുണ്ടായിരുന്ന കുരുള ഐസക് സാർ, അപ്പം എൻ്റെ ഫാദറിൻ്റെ ഏജിലുള്ളവരാണ് ആ സമയത്ത് കലീഗ്സ്. ആൻഡ് ദെൻ ഫോർ എ ലോങ് ടൈം അറൗണ്ട് 10 years കോളേജിൽ ഫ്രഷ് ഹാൻഡ്സിനെ എടുത്തിട്ടേ ഇല്ല. ആ സമയത്ത് പ്രീ ഡിഗ്രിയുടെ ഡീലിങ്കിങ് വരുന്നു. അപ്പോൾ വർക്ക് ലോഡ് ഒരുപാട് എക്സസ് ഉണ്ടായിരുന്നു. സോ ഫോർ 10 years ഫ്രഷ് ഹാൻഡ്സേ കോളേജിലില്ല. സോ മൈ ഇമ്മീഡിയറ്റ് സീനിയർ ഇസ് അഗെയിൻ 10 year മൈ സീനിയർ. ആ ഒരു പോയിന്റിൽ മൈ ഫാദർ ആൻഡ് ദ പ്രിൻസിപ്പൽ ടോക്ഡ് ആൻഡ് ദേ സെഡ്, അഞ്ജു ഇത് നെറ്റ് ക്വാളിഫൈഡ് ആണല്ലോ, ആ സമയത്ത് നെറ്റും വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടുന്നുള്ളൂ, അപ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആണല്ലോ, വൈ ഡോണ്ട് യു ആസ്ക് ഹർ ടു കം. അങ്ങനെ ഞാനും ഫാദറും കൂടെ ഒരു ദിവസം വന്ന് പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ മീറ്റ് ചെയ്ത് ഗസ്റ്റ് ലെക്ചറർ ആയിട്ടുള്ള എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു. I always remember that time with a lot of gratitude because that 1 year I am joining in a department where എൻ്റെ ഫാദറിൻ്റെ colleagues ആണ് എൻ്റെ colleagues. അവർക്കും ഇതേ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. They are all studying somewhere, all looking out for job. അപ്പോൾ അത് തരുന്ന ഒരു പ്രത്യേക തരം വാത്സല്യമുണ്ട്. And I enjoyed being the youngest of the department. I think for 3 or 4 years before everybody else joined in, permanent ആയി കഴിഞ്ഞിട്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ ബാക്കി എല്ലാവരും ഒരു 3 year ഗ്യാപ്പിലാണ് വരുന്നത്. ആ 3 years is the youngest in the department, youngest in the college. ഒരു പ്രത്യേക തരം പാമ്പറിംഗ് എന്ന് തന്നെ പറയാം ഫാദറിൻ്റെ കൊലീഗ്സ് തന്നിട്ടുള്ള. ഐ വിൽ നെവർ ഫർഗെറ്റ് ദാറ്റ് ടൈം. ദ ഫസ്റ്റ് couple of months was a disaster. എൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളുടെ ക്ലാസ്സിലോട്ടാണ് ഞാൻ, എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഓർ ദ തേർഡ് ക്ലാസ് ദാറ്റ് ഐ എം ഗോയിങ് ഇൻ. അപ്പോൾ ഇവിടെ കേരള MG യൂണിവേഴ്സിറ്റിയിൽ റിസൾട്ട്സ് അന്നേരവും ഇറങ്ങിയിട്ടില്ല. ഞാൻ അവിടുന്ന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പാസ് ഔട്ടായി സ്റ്റെല്ല മാരിസിൽ PGയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടുത്തെ അതേ ബാച്ചിലെ സ്റ്റുഡൻസ് ആർ ഡൂയിങ് ദ പ്രോജക്റ്റ് വർക്ക്. അപ്പോൾ ദേ ആർ ഓൾസോ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു look at me like a teacher. I didn't want them to look at me like a teacher, so it was more like a friend, because അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. തൊട്ടടുത്ത ബാച്ച് when I joined in full time, ആ സമയത്ത് I was very young, just around 23 plus. വലിയ students were rather tough and hefty built. അപ്പോൾ ചില ക്ലാസ്സസിൽ പോയി ചെന്ന് ഇവരോട് പ്ലീസ് ബി സൈലൻറ്റ് പറയുമ്പോൾ ഇവരത് ശ്രദ്ധിക്കാതെ ഇരുന്ന് ഐ റിമെമ്പർ സ്റ്റിൽ കമ്മിങ് ബാക്ക് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്, എനിക്ക് ഈ പണി പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അവിടെ ഇരുന്ന്.
ആൻഡ് ദെൻ എവറിബഡി എൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് തൊട്ട് അവിടെ കൂടെ ഇരുന്ന് അഞ്ജു ഞങ്ങളെല്ലാം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഡോണ്ട് വറി, കുറച്ച് കഴിയുമ്പം യു വിൽ നോ ഹൗ ടു ഹാൻഡിൽ ദെം എന്നൊക്കെ പറയുന്നത്. അന്നത്തെ ഹെഡ് യേശുദാസൻ സർ എന്ന് പറയുന്ന ഒരു സാറായിരുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. കോര സർ, ഡേവിഡ് സർ, ഐ സ്റ്റിൽ റിമെമ്പർ ദെം വിത്ത് എ ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞങ്ങളൊക്കെ ഇതേപോലെ തിരിച്ച് വന്നിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ വി ലേൺ ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് യു ലേൺ ദ ട്രിക്ക്. ആൻഡ് ട്രൂ ടു ദെയർ വേർഡ് ഇറ്റ് ഹാപ്പൻഡ്. ആ ഒരു ഇനീഷ്യൽ ഹിച്ച് കഴിയുമ്പം യു നോ ഹൗ ടു ഹാൻഡിൽ എ ക്ലാസ്. എനിക്ക് തോന്നുന്നു ആസ് ടീച്ചേഴ്സ് വി ഓൾവേസ് ഹാവ് ടു സ്റ്റേ യങ്. We do not have a luxury to be old or old-fashioned. Because കുട്ടികൾ എങ്ങനെ മാറുന്നോ അതേപോലെ നമ്മളും കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. We are evolving along with them. Having said that, I will always say നേരത്തെ അത് that's sort of a cliche now, but somewhere there is a truth in it. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന കുട്ടികളുമായിട്ട് ഇന്നും we have a very good relationship with those students. ആ ഒരു എനിക്ക് തോന്നുന്നു 2000 before COVID batch rather. But somewhere the things changed over COVID. കുറച്ചുകൂടെ fast paced ആയി. Probably students today also look at this as a business transaction. Investment that they put, emotional investment that they put is somewhere lesser than what their seniors put. Because our connection, the way they want us in their life, I would say is a little bit compromised today. Not always, but our numbers have reduced. We would want our students, പ്രത്യേകിച്ച് famous പോലെ ഒരു ക്യാമ്പസിൽ, we always look at our students, enjoy them coming back to our campuses. Because we always tell them, ഇവരെ ഇവിടുന്ന് വിടുന്ന സമയത്ത് നമ്മൾ പറയുന്നത്, this is your second home and we will be here waiting for you to come back. അത് എല്ലാ ബാച്ചിനോടും നമ്മൾ പറഞ്ഞു തന്നെയാണ് വിടുന്നത്. I will always say the door is open, hand is extended, please take our hand. During the COVID times, students mobile phones കൂടുതൽ യൂസേജ് കൂടിയിട്ടുണ്ട്. Number of students who are using mobile phones increased very much during that time. Because നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ത്രൂ ഓൺലൈൻ മോഡ്സ് ആണ് നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. ഗൂഗിൾ ക്ലാസ് റൂംസ് ആയിട്ട് എല്ലാമാണ് ക്ലാസ്സസ് പോകുന്നത്. വി ഡിഡ്ന്റ് ഹാവ് എൻ ഓപ്ഷൻ. പക്ഷെ സംവെയർ ഓർ ദ അതർ students, we have understood recently that students are not comfortable. നടക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സസ് എന്നും. പക്ഷെ given a choice, students will always prefer offline classes. Students will always want to come back to campuses. But COVID കഴിഞ്ഞ് when everything resumed, we were also very eager. എനിക്ക് തോന്നുന്നു campuses everywhere were very eager to receive children back to campus. പക്ഷെ 2 വർഷം വീട്ടിലിരുന്ന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടായിട്ടുണ്ട്. Adapting, attention was a huge problem. Because ഈ ഓൺലൈൻ ആയിട്ടൊരു ക്ലാസ് കേൾക്കുന്ന സമയത്തും when we talk to students, അവർ പറയുന്നത് അന്നേരമായിരിക്കും ഒരു വാട്സാപ്പ് മെസ്സേജ് പറയുന്നത്, യുവർ അറ്റൻഷൻ ഡൈവേർട്സ്. അന്നേരമായിരിക്കും എന്തെങ്കിലും ഒരു ഫീഡ് പറയുന്നത്, യു ഗോ ടു അനദർ പേജ്. സോ യു ആർ ക്വിക്ക്ലി ഷട്ടിലിംഗ് ബിറ്റ്വീൻ പേജസ്. അത് അറ്റൻഷൻ ഒരുപാട് ഡ്രോബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലാസ് റൂംസിൽ ഇന്നും നമ്മൾ ആ ഒരു പീരീഡിലെ അറ്റൻഷൻ ലാക്കാണ് നമ്മളുടെ ഇന്നത്തെയും ഒരു ചാലഞ്ച്. ബിക്കോസ് പ്രൈമർലി our main job right now is to make a student sit in the class, make him focus on the talk or the lecture. Because ഏത് പ്രായം, across ages we find students' attention diverting. പെട്ടെന്ന് പോകുന്ന ഒരു ഇൻസ്റ്റഗ്രാം 30 സെക്കൻഡ്സിൻ്റെ സ്പാനാണ് പലപ്പോഴും ഇന്ന് സ്റ്റുഡൻസിൻ്റെ അറ്റൻഷൻ. ആൻഡ് ദേ ഡു ടെൽ us openly. അറ്റൻഷൻ അതുകൊണ്ടാണ് ഒരു ബുക്ക് വായിക്കാനും സ്റ്റുഡൻസിന് താല്പര്യം കുറയുന്നത്. ബിക്കോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കാനായിട്ട് അവന് പറ്റുന്നില്ല. വിൽ ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്. ഇൻഫാക്ട് ഓവർ ടൈം ആ ഒരു റീഡിങ് ഹാബിറ്റ് തിരിച്ചു കൊണ്ടുവന്നാലേ ഈ അറ്റൻഷൻ ലാക്കും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വിൽ ഹാവ് ടു റീഇൻട്രൊഡ്യൂസ് റീഡിങ് ബാക്ക് ടു ക്യാമ്പസസ്. നൗ ഇസ് ദ റൈറ്റ് ടൈം. സിലബസ് ഹാസ് ടു ബി ചേഞ്ച്ഡ്.
ഫോർ എക്സാമ്പിൾ ഇതുവരെയും ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലോ മറ്റ് യൂണിവേഴ്സിറ്റികളിലോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ ഒരു പേപ്പറേ ഇല്ല. സോ എന്തുകൊണ്ട് വൈ വുഡ് പീപ്പിൾ സ്റ്റഡി ദാറ്റ്? പക്ഷേ ഇപ്പോൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വരുമ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് അഗെയിൻ വൺ സ്റ്റെപ്പ് ഇൻ പ്രോഗ്രസ്. മോർ ദാൻ ദാറ്റ്, ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം തരുന്ന സ്റ്റുഡൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു എക്സ്പോഷറുണ്ട്. നമ്മളൊരു പക്ഷേ പുറത്തോട്ട് പോയി നമുക്ക് വേണം എന്നാഗ്രഹിക്കുന്ന ഒരു എക്സ്പോഷർ ഇന്ന് ക്യാമ്പസിൽ കുട്ടികൾക്കത് കിട്ടാനായിട്ട് പറ്റും. ബിക്കോസ് ഇൻറ്റേൺഷിപ്പ് ഒന്നും എല്ലാ ഡിഗ്രി പ്രോഗ്രാമുകൾക്കും അവൈലബിൾ അല്ലാത്ത ഒരു കാലത്ത് നിന്നാണ് ഇൻറ്റേൺഷിപ്പ് കമ്പൽസറി ആയിട്ട് ഓരോ കുട്ടിയും ചെയ്യണം എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പം ദാറ്റ് ഈസ് പുഷിങ് യു ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. യു ഹാവ് ടു ഗോ, യു ഹാവ് ടു ഫൈൻഡ് എ പ്ലേസ്. ഏതെങ്കിലും ഒരിടത്ത് പോയി ഒരു 1 month അത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്കിത് ചെയ്യണം അല്ലെ എനിക്കിത് ചെയ്യണ്ട എന്നുള്ളൊരു ഡിസിഷൻ പോയിന്റിലേക്ക് ആ കുട്ടി എത്തുന്നത്. ആൻഡ് അത് സപ്ലിമെൻ്റ് ചെയ്യും. നമ്മൾ വെറുതെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുന്ന ആ തിയറിയെ ഡെഫിനറ്റ്ലി പ്രാക്ടിക്കൽ സൈഡ് ഇസ് ഗോയിങ് ടു സപ്ലിമെൻറ്റ്. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു ഫെസിലിറ്റി ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം തരുന്നുണ്ട്. വിൽ ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദാറ്റ്. We have to ride on the wave of AI. There's no point thinking that AI is a threat. അതിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് ഇനി പോകുന്ന it is out of question. We'll have to ride on the waves of AI and do the best. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിസർച്ച് ആർട്ടിക്കിൾ എഴുതുകയാണ് എങ്കിൽ we'll have to make use of AI techniques and extend it from there. Rather than telling students don't use this, because they are going to use it anyway. We have software that detect AI usage, but what we understand is students use AI anyway. But how do you extend your knowledge? നേരത്തെ അതല്ലാതെ പ്രോബബ്ലി ഒരു മിനിമൽ റീഡിങ് ഓഫ് വർക്കോ അല്ലെങ്കിൽ ഒരു ബേസിക് റിസർച്ച് ആയിരുന്നു പ്ലെയിനെങ്കിൽ that plus AI, let that be your base. But don't let that be your end goal. That should be your platform to build. So I think we'll look at this very positively and tell our students that you need to extend your knowledge. I would always tell students who are looking for a course outside that don't be happy with any course any university is offering you. If you are going to വീട് ജപ്തി വെച്ച് വീട് പണയം വെച്ച് ഒരു വലിയ ബാങ്ക് ലോൺ പുറത്ത് വെച്ചുകൊണ്ട് if you are going to take an admission there, compromising a lot of things into a not an A grade institution, into an institution whose only aim is to make money for itself, just because that institution is in UK or in US, you don't have to, suffer your entire life just to fit into not a premier institution just because it's in UK or US. Because അവിടെ ആ ഒരു സ്റ്റുഡൻറ്റ് കോംപ്രമൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. And you come back with a degree which is not going to give you a job there and it is not going to help you here. So we always try telling students, if you are going outside, go only to the best of the best with a scholarship. Then it's worth it. We have equally competent campuses here in India. All across India, our educational an ecosystem itself has risen over the years. 4 year undergraduate program നമ്മൾ ചെയ്യുമ്പോഴും we are doing this, implementing this, thinking it is beneficial, making education equal everywhere. ആ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം. Don't just run away to an outside country thinking everything is going to be easy, everything is going to be put in a plate and be given to you. You are not understanding the suffering that you and your family probably have in store. അതുകൊണ്ട് ആ ഒരു ബ്ലൈൻഡ് അക്കരെ പച്ച എന്നുള്ള ഒരു മോഡിൽ നിന്ന് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ആ ഒരു റിയലൈസേഷൻ ഹാസ് ടു ഹാപ്പൻ.
among these youngsters, unfortunately, drug in all, all its means are on the rise. We are trying to have counseling classes on one side. We are trying to make it very, very strict by undertakings and, discipline on campus. But these little leakages happen. അതിന് നമുക്കിവിടെ ഒരു സിസ്റ്റമുണ്ട്, മെൻറ്ററിങ് സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്, വെയർബൈ സ്റ്റുഡൻറ്റിനുണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് ടീച്ചേഴ്സ് നോട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് അത് കൗൺസിലേഴ്സിനുമായിട്ട് ടാഗ് ചെയ്ത് സ്റ്റുഡൻസിന് ആ ഒരു കൗൺസിലർ ഇൻ്റർവെൻഷൻ കിട്ടുന്നുണ്ട്. Hopefully things will be for the better, but right now where we are across our state, from children to all ages, this is our biggest threat. And our biggest job as administrators would be to have a strict wall so that whoever are here are safe within the walls at least, where ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എങ്കിൽ at least have an open conversation and make sure that student stays away from further damage. So നമ്മളുടെ campus timings are till 2 o'clock, and from 2:30 to 3:30 we have 19 different clubs functioning on campus. So അത് പെയിൻറ്റിങ് ആയിട്ടും ഡാൻസ് ആയിട്ട് മ്യൂസിക് ആയിട്ട് റീഡിങ് ആയിട്ട് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആയിട്ട്, there again they form a group. അത് ചിലപ്പോൾ ആ മീറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുകയില്ല, അതല്ലാതെ തന്നെ they form a group, they do activities together. So that is a right way of channeling. Plus also sports department, the physical education department is very strong here. We do try making sure that these energies are, and there are a lot of clubs here, activities there, which hopefully will take energy out into the positive way. It's a lovely darkened day, but I have promises to keep and miles to go before I sleep, and miles to go before I sleep. I've said this to hundreds of students in my classes because I've always, ആദ്യം ഇത് സ്കൂളിൽ എപ്പോഴോ പഠിച്ച സമയം തൊട്ട് പല ബുക്കുകളിലും ഞാൻ ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. And that has sort of pushed me, അല്ലേ, ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്കൊരു വളർച്ചയില്ലാത്തത്. And I keep telling my children, I keep telling children in my classes, you have to move. You can't be comfortable at one point and stagnate. എനിക്ക് തോന്നുന്നു നമുക്ക് ചുറ്റുമുള്ള ഒരു മെയിൻ കൺസേണും അത് ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പം വി ആർ ഹാപ്പി ആൻഡ് കണ്ടൻറ്റ് ആൻഡ് വി സ്റ്റോപ്പ് ഗ്രോയിങ്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്ത് പുറത്തിറങ്ങി, unless you find the difficulty, only then I think will we evolve, അല്ലേ? അല്ലെങ്കിൽ we'll be stuck in a place happy and content. Being content is also a problem there. We have to be pushed out of comfort zone. So miles to go before I sleep. I still think I have miles to go before I stop working.